നിങ്ങളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനപരതയും ഒരുമിച്ച് പോകുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: ബാലൻസ്ഡ് റിതം ആൻഡ് ലോജിക് ക്രിയേറ്റ് ആക്യുറേറ്റ് ആൻഡ് കോൺഷ്യസ് റെസ്പോൺസ്. പ്രായോഗിക അവബോധനം എന്നുള്ള 7-ാം അധ്യായത്തില് താളയുക്തി അനുപാതം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് നമ്മിലെ താളയും യുക്തിയും, എന്താണ് താളമോ യുക്തിയോ ഉയർന്നിരുന്നാൽ സംഭവിക്കുക, എങ്ങനെയാണ് കോർട്ടിക്കൽ മസ്തിഷ്കതയുടെ കൃത്യത കൈവരിക്കുക, ഇവയ്ക്ക് ഉത്തരം കണ്ടെത്തുമ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും അവിടെ കിട്ടും. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ ചോദിച്ച ഒരു കാര്യം യാഥാസ്ഥിതികത്വവും പുരോഗമനപരതയും ഒരുമിച്ച് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. യാഥാസ്ഥിതികത്വം എന്ന് വെച്ചാൽ യഥോസ്ഥിതി, ഏത് സ്ഥിതിയിലാണോ അതേ സ്ഥിതിയിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണ്. അതായത് ഒരു താളത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരവസ്ഥ. പുരോഗമനപരത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിൽക്കുന്ന അവസ്ഥ വിട്ട് വെളിയിലേക്ക് പോവുക, മുൻപിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോവുക. പുരോഗമനപരത എന്നുള്ളത് ഇത് രണ്ടും മനുഷ്യ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ ഇതിൽ ഏത് കൂടുതലാണോ അതനുസരിച്ചാണ് നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നിങ്ങളിൽ യാഥാസ്ഥിതികത്വം കൂടുതലുണ്ടെന്ന് വെച്ചാൽ നിങ്ങളിൽ ആ താള എന്നുള്ളൊരവസ്ഥ കൂടുതലാണെന്ന് അർത്ഥം. പുരോഗമനപരത കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ യൗക്തികത കൂടുതലുണ്ട് എന്നർത്ഥം. ഇത് രണ്ടും ഒരുമിച്ച് കൂടില്ല, ഏതെങ്കിലും ഒന്നേ കൂടുന്നു. അപ്പോ അതിനെ കുറിച്ച് പറയാനുള്ള ഒരു സങ്കേതമാണ് താളയുക്തി എന്ന് പറയുന്നത്. അത് ഒരു പഠനശാഖയാണ്. ഒളിമ്പസ് അതിൽ വളരെ ആഴത്തിലുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിനെ ആധാരമാക്കിയിട്ട് നമ്മൾ ഒട്ടേറെ പരിശീലന പരിപാടികൾ ചെയ്തിട്ടുണ്ട്. വ്യക്തിയിൽ കാര്യമായ മാറ്റം വരുത്താനുള്ള ശേഷി അതിനുണ്ട്. അതിന്റെ പേരാണ് കോർട്ടക്കാറോ. അതിന്റെ പേരിലാണ് നമ്മൾ ഈ അധ്യായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്, കോർട്ടക്കാറോയിലെ നമ്മൾ ഒരു വ്യക്തിയിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് താളയുക്തി അനുപാതമാണ്. ഈ മനുഷ്യന്റെ ജീവിതത്തില്, അവന്റെ പ്രതികരണങ്ങളിൽ, ജീവിത ശൈലിയിലൊക്കെ തന്നെ താളവും യുക്തിയും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെ നിലനിർത്തുന്ന ഒന്നാണ് താളം എന്ന് പറയുന്നത്. അത് പശ്ചിമ എന്ന് വേണേൽ പറയാം. താളവും പശ്ചിമയും ഒന്നല്ല. പശ്ചിമ സ്വഭാവത്തിൽ ഉള്ളപ്പോ ആണ് നമ്മൾ താളത്തിലായിരിക്കുക, ഒരേ താളത്തിൽ പോവുക. മറ്റ് സാധ്യതകൾ, സമീപ സാധ്യതകളെ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് യുക്തി എന്ന് പറയുന്നത്. യുക്തി എന്ന പദത്തിന്റെ അർത്ഥം വിഭ്രംശം, വഴിമാറ്റം എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കും. എന്നാൽ രണ്ടും ഒരുപോലെ ശക്തമായിരിക്കില്ല. ഏതെങ്കിലും ഒന്നായിരിക്കും ശക്തം എന്ന് പറയുന്നത്. ഇവ രണ്ടും പറഞ്ഞപ്പോ തന്നെ മനസ്സിലായിട്ടും രണ്ടും പരസ്പര ധ്രുവങ്ങളിലാണ്. രണ്ട് വഴിക്കാണ് ഇത് പോവുക. ഒന്ന് അനങ്ങരുത് എന്ന് പറയുമ്പോൾ മറ്റൊന്ന് ഇവിടെ നിൽക്കരുത് എന്ന് പറയും. അപ്പൊ ഇത് പരസ്പര വിരുദ്ധമാണ്. ഒന്ന് ഉയരുമ്പോൾ മറ്റൊന്ന് കുറയുന്ന സ്വഭാവം കാണിക്കും. അതായത് വിപരീത അനുപാതം എന്നാണ് അതിന് പറയുക. വിപരീത അനുപാതത്തിലാണ്. താളം കൂടിയാൽ യുക്തി കുറയും, യുക്തി കൂടിയാൽ താളം കുറയും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ അന്വേഷണം നടത്തുന്നത്. നിങ്ങളെ യാഥാസ്ഥിതികത്വവും പുരോഗമനപരതയും ഒരുമിച്ച് പോകുന്നുണ്ടോ എന്നുള്ളത്. യാഥാസ്ഥിതികത്വം എന്നുള്ളത് സ്ഥിരതയാണ് തേടുന്നത്. അത് സ്ഥിരമായി ഇരിക്കാനുള്ള, ഇത് ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം പാടില്ല, ഇതിങ്ങനെ തന്നെ വേണം. അത് സ്ഥിരതയാണ് തേടുന്നത്. അത് മറ്റ് സാധ്യതകളെ അന്വേഷിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇതിങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ്. പുരോഗമനപരതയാണെങ്കിലോ അത് പുതിയ സാധ്യതകളെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളൊരു പുതിയ വഴി കണ്ടു, ഒരു പുതിയ സാധ്യത കണ്ടു, ആ സാധ്യതയിലേക്ക് പോയി. അവിടെ നിന്ന് കഴിയുമ്പോൾ അടുത്തൊരു സാധ്യത കണ്ടു, അതിലേക്ക് പോയി. ചിലപ്പോൾ അവിടെ പോയി കഴിയുമ്പോഴേക്കും പഴയതാണ് ശരി തോന്നുന്നു, ഉടനെ തിരിച്ചു വന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് പുരോഗമനപരത എന്ന് പറയുന്നത്. ഇത് രണ്ടും വിരുദ്ധ ദിശയിലാണ് ചലിക്കുക. രണ്ടു വഴിക്കാണ് സഞ്ചരിക്കുക. ഒരു വ്യക്തിയിൽ രണ്ടും തുല്യമായി ശക്തമാകുന്നില്ല സാധാരണ രീതിയിൽ. ഇവ പരസ്പര വിരുദ്ധങ്ങളാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, മറ്റേത് കൂടുമ്പോൾ ഇത് കുറയും. അപ്പോ ഇതിന്റെ ഒന്ന് കൂടുതലുള്ളതിനെ കുറച്ചു കൊണ്ടുവരുമ്പോൾ കുറഞ്ഞത് കൂടി വരും. ഒരു പ്രത്യേക ഇടത്തെത്തുമ്പോൾ ഇത് രണ്ടും ഒരുപോലെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്.
അതായത് രണ്ടും പൂർണ്ണശക്തമായിരിക്കില്ല, രണ്ടും പൂർണ്ണമായിട്ട് ബലഹീനമായിരിക്കില്ല, ആ ഇടയിൽ നിൽക്കുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഒപ്റ്റിമം ലെവല്, ബാലൻസ്ഡ് സ്റ്റേറ്റ്, സമസ്ഥിതി, സമാധി എന്നൊക്കെ പറയുന്നൊരവസ്ഥ. ആ ഒരു അവസ്ഥ അത് ഒരാളിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് രണ്ടും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരേ സമയം ഒരാൾക്ക് പൂർണ്ണ യാഥാസ്ഥിതികനാകാൻ കഴിയില്ല, അല്പം യുക്തിയാക്കി പ്രയോഗിക്കേണ്ടി വരും. പൂർണ്ണ പുരോഗമനവാദിയാകാൻ കഴിയില്ല. എന്ത് പുരോഗമനം പറഞ്ഞാൽ അയാൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് നിരന്തരം പോയി വേറൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോ ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്ന ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ് ഒരു മനുഷ്യന് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയുക. ഇതിലേതെങ്കിലും ഒന്ന് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള സ്വഭാവം അയാളുടെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഈ പറഞ്ഞ സങ്കേതങ്ങള്, താളം, യുക്തി, അതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ നോക്കാം. താളം എന്ന് പറയുന്നത് ഈ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കുണ്ടല്ലോ, ആ സ്വാഭാവികത നിലനിർത്തുക എന്നുള്ളതാണ്. അത് ജീവന്റെ സ്വഭാവമാണ്, അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്ത്രൈണത എന്ന് പറയാം. സ്ത്രൈണത എന്നുള്ളത് സ്ത്രീ എന്നുള്ള അർത്ഥത്തിലല്ല, സ്ത്രൈണതയ്ക്ക് ഈ സ്വഭാവമുണ്ട്. പ്രകൃതി പുരുഷങ്ങളിൽ പ്രകൃതി എന്ന് പറയുന്ന സംവിധാനത്തിന്, ശക്തി എന്ന് പറയുന്ന സംവിധാനത്തിന് ഈ സ്വഭാവമാണുള്ളത്. അത് അതിന്റെ സ്വാഭാവിക നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞു, സമീപ സാധ്യതകൾ, മറ്റ് അഡ്ജസന്റ് ആയ പോസിബിലിറ്റീസിനെ അന്വേഷിക്കുന്ന സ്വഭാവമാണ് യുക്തി എന്ന് പറയുന്നത്. പുരുഷൻ എന്ന് പറയുന്നത്, പൗരുഷം എന്ന് പറയുന്നത്, എല്ലാ പുരുഷനും ഇങ്ങനെയാണെന്നല്ല നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. പൗരുഷം എന്ന് പറയുന്നത് ആ മറ്റ് സാധ്യതകൾ അന്വേഷിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ശിവം എന്ന് പറയുന്നത് അതാണ്. അത് വികാസത്തിന്റെ വഴിയാണ്, വിസ്ഫോടനത്തിന്റെ വഴിയാണ്. വികാസം കൂടി വരുമ്പോൾ അത് വിസ്ഫോടനമാണ്, വിസ്ഫോടനത്തിന്റെ വഴിയാണ്. ശക്തി കൂടുതലുണ്ടെങ്കിലോ, അതായത് പ്രകൃതി പുരുഷം എന്ന് പറയുന്നതിലെ പുരുഷം എന്ന് പറയുന്നതാണ് ഈ സ്വഭാവം. അതിൽ പ്രകൃതി കൂടെ ഉണ്ടെങ്കിലോ ഈ ശിവത്തിന് പൊട്ടിത്തെറി എന്നുള്ളൊരവസ്ഥയിലേക്ക്, വിസ്ഫോടനം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല. അത് അതിന് ഒരു പരിധി കഴിയുമ്പോൾ പിടിച്ചു നിർത്തും. യുക്തി ഉണ്ടെങ്കിലും, യുക്തിയുടെ വഴിയിലാണ് പോകുന്നതെങ്കിലും താളമുണ്ടെങ്കിൽ ആ താളം യുക്തിയെ വളരുന്നതിനൊരു പരിധി കൽപ്പിച്ചു കൊടുക്കും. അതിനാണ് വളർച്ചാ പരിധി, സൈസ് റൈറ്റ്നസ് എന്ന് പറയും. അപ്പോ ഇവ രണ്ടും തമ്മിൽ ഉണ്ടായിരിക്കും. ഇവ രണ്ടും തമ്മിൽ ചേർന്ന് ഇണങ്ങിയാണ് പ്രവർത്തിക്കുക. ഇവ തമ്മിലുള്ള ആ ബാലൻസിലാണ് ഒരു വ്യക്തിയുടെ എക്സിസ്റ്റൻസ് തന്നെ ഉണ്ടാവുന്നത്. അതായത് പൂർണ്ണമായിട്ടും നിശ്ചലമല്ല, പൂർണ്ണമായിട്ടും വിസ്ഫോടനം, പൊട്ടിത്തെറിയുമല്ല. ഒരു പടക്കം പൊട്ടാതിരിക്കുമ്പോഴും അനങ്ങുന്നില്ല, പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതില്ല. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഭാവം, പമ്പരം പോലെ. പമ്പരം താഴെ കിടക്കുന്നില്ല, അത് പറന്നു പോകുന്നുമില്ല. പമ്പരം തലയുയർത്തി നിന്നുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരവസ്ഥ, അതായത് ഡൈനാമിക് ബാലൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതില് ഈ താളം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ താളം, നമ്മളിപ്പോ സംസാരിച്ചു പോകുന്നത് റെസ്പോൺസസിനെ കുറിച്ചാണ്. പരിസ്ഥിതിയുമായിട്ട്, പ്രകൃതിയുമായിട്ട് ഇടപെടുന്ന സമയത്തുള്ള റെസ്പോൺസസിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. അപ്പോ താളം പ്രതികരണത്തിന്റെ വേഗതയെ സ്വാധീനിക്കും. എപ്പോഴും ആ വേഗം കൂടാതിരിക്കാൻ അത് ശ്രദ്ധിക്കും, എന്നാൽ വേഗമില്ലാതിരിക്കാൻ സമ്മതിക്കില്ല, ചെറിയ വേഗത്തിലായിരിക്കും. യുക്തി ഈ പ്രതികരണത്തിന്റെ ദിശയെ നയിക്കുന്നു. ഏത് ദിശയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ യുക്തിയുടെ പണിയാണ്. സാധാരണ വ്യക്തികളിൽ ഈ താളവും യുക്തിയും അസന്തുലിതമായിരിക്കും. കാരണം നമ്മൾ പലതവണ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. യുക്തി മനുഷ്യന്റെ ചിന്താ വഴികൾ, സംസ്കാരം, വിദ്യാഭ്യാസം, തൊഴിൽ എന്ന് വെച്ചാൽ അയാളൊരു ധർമ്മം ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. തൊഴിൽ എന്ന പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അയാൾ അതിലേക്ക് ഒരു കാര്യത്തിനകത്തേക്ക് ചെന്ന് വീണു പോവുകയാണ്. അയാളുടെ ജീവിതത്തിൽ സമസ്ത കാര്യങ്ങളിൽ ഇടപെടാതെ ഒരു കാര്യത്തിൽ മാത്രമായി തീരുകയാണ്. തൊഴിൽ എന്ന് വെച്ചപ്പോ കൃഷിയാണ് ചെയ്യുന്നതെന്നിരിക്കട്ടെ, കൃഷിയാണ് തൊഴിലെങ്കിൽ അത് ആ വിധത്തിലായിരിക്കില്ല. കാരണം കർഷകനെല്ലാം ചെയ്യേണ്ടി. മറ്റേത് തൊഴിലുകളെല്ലാം തന്നെ ഈ രൂപത്തിൽ മനുഷ്യനെ വഴിമാറ്റിക്കൊണ്ടുപോകുന്നതാണ്. അപ്പോ സാധാരണ മനുഷ്യരിൽ ഈ താളവും യുക്തിയും അസന്തുലിതമായിട്ടാണ് നിൽക്കുക. അപ്പോ താളം ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു, യുക്തി ദിശയെ നിയന്ത്രിക്കുന്നു എന്ന് കൂടെ ചേർത്ത് വായിക്കും. ഓക്കെ, അപ്പോ ഇതില് താളമോ യുക്തിയോ ഏതെങ്കിലും ഒന്ന് ഉയർന്നിരുന്നാൽ എന്താണ് സംഭവിക്കുക? താളം കൂടിക്കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള ശേഷി വൈകും, അല്ല പ്രതികരണം വൈകും, പ്രതികരണ ശേഷി കുറയും. റെസ്പോണ്ട് ചെയ്യാനുള്ള ശേഷി കുറച്ച് കുറയും. യുക്തി കൂടുതലായാലും പ്രതികരണ ശേഷി കൂടും, പ്രതികരിക്കുന്ന രീതിയിൽ മാറ്റം വരും.
പലതരം പ്രതികരണങ്ങൾ വന്നു വരും. അപ്പോ പ്രതികരണം എന്നുള്ളത് നമ്മൾ പ്രതിനില കൊള്ളുക. പ്രതികരണം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനോട് ഓവറായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളതല്ല, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള അവസ്ഥയുണ്ട്. ഈ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ പ്രതിനില കൊള്ളുക എന്ന് പറയുന്നത്. ഈ പ്രതിനില കൊള്ളുന്ന അവസ്ഥ എന്താണ്? അത് ഒരു നമ്മളൊരു ഡോറിൽ കൂടെ കിടക്കുന്നു, പെട്ടെന്ന് ഒരാൾ ഒരു സാധനമായിട്ട് കയറി വരികയാണ് ഡോറിന്റെ ഇടയിൽ കൂടെ, നമ്മൾ അങ്ങ് ഒതുങ്ങി കൊടുക്കുന്നു. അത് പ്രതിനില കൊള്ള, മേലെ തട്ടാതെ മാറിക്കൊടുക്കുന്നു. അപ്പൊ അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഇത് പ്രതിനില കൊള്ളലാണ്. ഒരാൾ കയറി വരുന്ന സമയത്ത് നീ എന്തിനാ പാവഴി വരുന്നത്, ഇപ്പൊ അവിടെ നിൽക്ക്, ഞാൻ പോട്ടെ എന്ന് പറയുന്നത് യുക്തിയുടെ സ്വഭാവമാണ്. ഒരാള് വരുന്നു, ആ വരുന്ന സമയത്ത് താൻ അവിടെ തന്നെ നിൽക്കുന്നു മാറാതെ, അത് താളത്തിന്റെ സ്വഭാവമാണ്. അപ്പോ ഇവിടെ പ്രാക്ടിക്കലി ഈ കാര്യങ്ങൾ വിജയിക്കുന്ന എപ്പോഴാണ്? ഇങ്ങനെ തട്ടിക്കാതെ പതുക്കെ വഴി മാറി അല്ലെങ്കിൽ ഒതുങ്ങി നിന്ന് കൊടുക്കലാണ്. അപ്പോ താളയുക്തികൾ സമതുലിതമാകുമ്പോൾ മാത്രമേ ആ അവസ്ഥ ഉണ്ടാവുള്ളൂ. അവിടെയാണ് കൃത്യത. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച, നമ്മൾ ഡിമാൻഡ് ചെയ്തല്ല കൃത്യത എന്നുള്ളൊരു അവസ്ഥ വരുന്നത് അവിടെയാണ്. സമതുലിതാവസ്ഥ, താളത്തിന്റെയും യുക്തിയുടെയും സമതുലിതാവസ്ഥ എന്ന് പറയുന്നത് ബോധപൂർണമായിട്ടുള്ള പ്രതികരണത്തെയാണ് സൃഷ്ടിക്കുക. അപ്പോ ശരിയായ ദിശ, ശരിയായ വേഗം, ഇവ ഒന്നിക്കുന്ന സമയത്ത് ആ പ്രതികരണം കൃത്യമാകും. നമ്മുടെ ഉള്ളിൽ ഈ താളവും യുക്തിയും ബാലൻസ് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിലോ അപ്പോ പ്രതികരണങ്ങളൊക്കെ തെറ്റിപ്പോകും, പ്രതികരണങ്ങളെ കൃത്യത നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ച കോർട്ടിക്കൽ മധ്യസ്ഥത എന്നുള്ളൊരവസ്ഥയില്ലേ, ആ കോർട്ടിക്കൽ മധ്യസ്ഥതയുടെ കൃത്യത എങ്ങനെയാണ് കൈവരിക്കുക? ഈ താളയുക്തികളെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മളിവിടെ കോർട്ടക്കാർ പരിശീലനം സപ്പോർട്ട് ചെയ്യും. കോർട്ടക്കാർ പരിശീലനം നമ്മുടെ താളത്തെയും യുക്തിയെയും വികസിപ്പിക്കും. ഈ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്, ആ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ളതിനെ വികസിപ്പിക്കും. അവയുടെ പരമാവധി സാധ്യതകളിലേക്ക് ഉണർത്തും. അത് കൃത്യമായിട്ട് ബോധപൂർവം സ്ഥിരമായിട്ട് നമ്മൾ അഭ്യസിക്കുന്ന സമയത്ത് അവ ഈ ഉണർന്നു വരുന്ന താളത്തെയും യുക്തിയെയും സമന്വയിപ്പിക്കും. അപ്പോ അത് ആ ഒരു പരിധിയും കഴിഞ്ഞ് യുക്തി വളരില്ല, ആ ഒരു പരിധി കഴിഞ്ഞ് താളവും പോകില്ല. അപ്പോ ഈ സമതുലിതാവസ്ഥ കൃത്യമായ പ്രതികരണം സൃഷ്ടിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ പരിശീലിക്കണം. അപ്പൊ ആ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ നാഡികളുടെ ഒരു വഴക്കം ഉണ്ടാവുകയുള്ളൂ, ഈ പ്രതികരണത്തിൽ ഒരു കൺട്രോൾ ഉണ്ടാവുകയുള്ളൂ, ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക, എക്സ്പെർട്ടൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ബാലൻസ് വരിക. ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷെ ഡ്രൈവിംഗ് ഒരു ഏരിയ മാത്രമേ ഉണർത്തുന്നുള്ളൂ എന്ന് മാത്രം. കഷ്ണം മുറിക്കാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തിലുള്ള താളയുക്തികളുടെ ഒരു വഴക്കമുണ്ടാക്കിയെടുക്കലാണ് ചെയ്യുന്നത്. പക്ഷെ അത് അതിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൃഷി എന്നുള്ള തൊഴിലിന്റെ കാര്യം പറഞ്ഞത്. കൃഷി എന്നുള്ള തൊഴിൽ എന്ന് വെച്ചാൽ എല്ലാ മേഖലയും, ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രവർത്തനത്തിന്റെയും വഴക്കത്തിന്റെയും എല്ലാ മേഖലകളിലൂടെയും കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന കൃഷി എന്ന തൊഴിലിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിന് ഉചിതമായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് യോഗയാണ്. പക്ഷെ അവിടെയും അതിനൊരു പരിധിയുണ്ട്. എല്ലാ ശരീരാവയവങ്ങളെയെല്ലാം ചലിപ്പിക്കുമെങ്കിലും ശരീരാവയവങ്ങളെല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം നൽകാൻ യോഗയ്ക്കും കഴിയില്ല. അവിടെയാണ് കോർട്ടക്കാർവ് പ്രസക്തമാകുന്നത്. പലപ്പോഴും പല അയോധന കലകൾക്കും ഈ ഒരു ശേഷിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ കോർട്ടക്കാർവ് താളത്തെയും യുക്തിയും ഏകീകരിച്ച് കൃത്യമായ കോർട്ടിക്കൽ മധ്യസ്ഥത സൃഷ്ടിക്കുന്നു. അപ്പൊ പുറത്തുനിന്നും അകത്തുനിന്നുമുള്ള അവബോധ തലങ്ങളുടെ പരസ്പര വിനിമയം കൃത്യമാക്കി അതൊരു ആനന്ദകരമായ ഒരവസ്ഥയിൽ, സുഗമമായ ഒരവസ്ഥയിൽ, ഒപ്റ്റിമം ലെവലിൽ കൊണ്ടുപോകുവാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതിനാണ് പരസ്പരാനന്ദം എന്ന് പറയുക. പുറത്തും അകത്തുമുള്ളവയെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതാണ് നമ്മുടെ അകത്തെ പരസ്പരാനന്ദം എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോ മനസ്സിലാക്കുക, താളവും യുക്തിയും മനുഷ്യന്റെ പ്രതികരണ ജീവിതത്തില് അല്ലെങ്കിൽ പ്രതിഫലന ജീവിതത്തില് രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ഒന്ന് സ്വാഭാവികമായ ഒഴുക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റൊന്ന് നമ്മുടെ അന്വേഷണ ദിശയെ, ഇതല്ല മറ്റെന്താണ് സാധ്യത എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണ ദിശയെ നയിക്കുന്നു. ഇവ ബാലൻസ്ഡ് ആവുന്ന സമയത്ത് പ്രതികരണങ്ങൾ, പ്രതിനിലകൾ എല്ലാം കൃത്യമായിട്ട് പോകും. കോർട്ടിക്കൽ കോർട്ടിക്കൽ മധ്യസ്ഥതകൾ കൃത്യമായിട്ട് സംഭവിക്കും. ആ കോർട്ടിക്കൽ ഗൈഡൻസ് എന്നുള്ളത് കൃത്യമായിട്ട് നൽകാൻ കഴിയും. സമതുലിതമാകുമ്പോൾ, അസന്തുലിതമാകുമ്പോൾ പ്രതികരണങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പുറത്തുള്ളത് അകത്തേക്ക് പോകാതെയാവും, അകത്തുള്ളത് പുറത്തേക്ക് പോകാതെയാവും. നമുക്ക് നമ്മുടെ അകത്തെന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല, പുറത്തെന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയില്ല. ഈ രീതിയിലായിപ്പോവും. സമൂഹത്തിലെ 99% ആളുകളുടെയും ജീവിതത്തിൽ ആധുനിക വിദ്യാഭ്യാസവും ആധുനിക ജീവിത സംസ്കാരവും ഈ സെഡൻഡറി ആയിട്ടുള്ള ജീവിതശൈലിയും ഒക്കെ കൂടെ കൊണ്ടെത്തിക്കുന്നത് ഇവിടേക്കാണ്.
അപ്പോ ശരിയായ താളയുക്തി അനുപാതം ജീവിതത്തിൽ വ്യക്തതയും കൃത്യതയും സൃഷ്ടിക്കും എന്നുള്ളതാണ് കാര്യം. കോട്ടക്കാർ അതിലേക്കാണ് നമ്മളെ എത്തിക്കുക. ഒരു വ്യക്തിയിൽ സാധ്യമായ രീതിയിൽ എത്രത്തോളം ഉണർത്താം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു എഫക്റ്റ്, ഔട്ട്പുട്ട് ഉണ്ടാക്കിത്തരാൻ കോട്ടക്കാവിന് കഴിയും. അപ്പോ മനസ്സിലാക്കുക, കോട്ടക്കാർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ആത്മയാനം എന്നുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുറം അവബോധങ്ങളെയും അകം അവബോധങ്ങളെയും ഏകീധാരയിലാക്കുവാനുള്ള ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ അകത്തുള്ള ഫാക്കൽറ്റിക്ക് ഉപയോഗിക്കാതെ പ്രവർത്തനക്ഷമമല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അവയെ ക്രമീകരിച്ച് ബാലൻസ് ചെയ്യാൻ ഇതിന് കഴിയും. അതിലേക്ക് എത്തിക്കാനാണ് നമ്മൾ കോട്ടക്കർവ് പ്രാക്ടീസ് ചെയ്യണം എന്ന് നിർബന്ധമായും പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഈ നമ്മൾ സംസാരിച്ച ആ യാഥാസ്ഥിതികത്വം, നിങ്ങളുടെ ജീവിതത്തിലെ യാഥാസ്ഥിതികത്വം, പുരോഗമനപരത എന്നുള്ളത് ഈ താളത്തിൽ നിന്നും യുക്തിയിൽ നിന്നും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിക്കാണ് ഒരു നല്ല അച്ഛനാകാനോ, നല്ല ഭരണാധികാരിയാകാനോ, നല്ലൊരു അമ്മയാകാനോ, നല്ലൊരു ഒരു പൗരനാകാനോ ഒക്കെ കഴിയുക. അതില്ലായ്മയുടെ കുഴപ്പങ്ങളാണ് നമ്മളെ ചുറ്റും കാണുന്നത്. നിങ്ങളിൽ അതെങ്ങനെയാണെന്ന് നിരീക്ഷിക്കുക. അതുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.